ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അതൊക്കെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും അതോടൊപ്പം വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ പൗസിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ പൗസ് കമ്മ്യൂണിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എത്രത്തോളം ടോക്കൺസ് കിട്ടുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഇന്നലെ രാത്രിയോടെയാണ് നമുക്ക് എത്രത്തോളം ടോക്കൺസ് കിട്ടുക എന്നുള്ളൊരു കാര്യം അറിയാൻ പറ്റുക. അപ്പോൾ കുറേ ആൾക്കാർക്ക് കുറേ ഡിഫിക്കൽട്ടീസ് കുറേ പേര് ഫേസ് ചെയ്യുന്നുണ്ട്. ഞാനതിൽ എലിജിബിൾ അല്ല, എനിക്ക് കിട്ടുന്നില്ല, ഞാൻ എല്ലാം എലിജിബിളാണ്, എന്നിട്ട് എനിക്ക് അലോക്കേഷൻ ഒന്നും കിട്ടിയില്ല എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് നോക്കാൻ പറ്റും. അപ്പോൾ നോക്കിയിട്ട് ഞാൻ ലൈവായിട്ട് തന്നെ എനിക്ക് എത്രത്തോളം ടോക്കൺസ് ഉണ്ട്, അതേപോലെ തന്നെ എനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും, എനിക്ക് എത്രത്തോളം ഇതിനൊരു പ്രൈസ് പറയാൻ പറ്റും എന്നുള്ളൊരു കാര്യമായിരിക്കും ഞാൻ പറഞ്ഞു തരിക. എൻ്റെ പ്രൈസ് കണക്കാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്രത്തോളം ഒരു പ്രോഫിറ്റൊക്കെയാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ പോയിന്റ്സ് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെരിഫൈ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ടോൺ വാലറ്റ് കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഫാൻഡം വാലറ്റിൻ്റെ അഡ്രസ്സിൽ വെച്ചിട്ട് നമുക്കില്ലെങ്കിൽ സൊലാനിൻ്റെ അഡ്രസ്സിൽ വെച്ചിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടുന്ന് ടെലിഗ്രാമിൽ നിന്ന് ഇത് ഓപ്പൺ ചെയ്ത് ഡിഫിക്കൽട്ടീസ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നേരെ അതിൻ്റെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക. ലിങ്ക് കോപ്പി ചെയ്തിട്ട് നേരെ ഫാൻഡം വാലറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഫാൻഡം വാലറ്റിൽ കോപ്പി ചെയ്ത് അത് അവിടെ ഓപ്പൺ ചെയ്യാൻ നോക്കുക. അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ നേരെ ഫാൻഡം വാലറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. ആൾറെഡി തന്നെ ഇത് കുറേ പേർക്ക് അറിയാം, എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആൾറെഡി ഇത് കുറേ പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫാൻഡം വാലറ്റിൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആവുക. അതിൽ ഏറ്റവും അവസാനത്തെ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഈ സൈറ്റ് ടോക്കൺസ് URL എന്നുള്ള അവിടെ നിങ്ങളുടെ കിട്ടിയ അവിടെ നിന്ന് കോപ്പി ചെയ്ത ഈ ഒരു പൗസിൻ്റെ വെബ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇവിടെ നിന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഫാൻഡം വാലറ്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ നിന്ന് വെരിഫൈ ചെയ്തിട്ട് നമുക്കത് ഇവിടെ നിന്നും കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഓപ്പൺ ആവാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാൻ എൻ്റെ എന്ത് കാണിച്ചു തരാം, എത്രത്തോളം ടോക്കൺസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കാണിച്ചു തരാം. നേരെ മെനു സെക്ഷനിലേക്ക് വരിക, ക്ലെയിം എന്ന് പറഞ്ഞുള്ളതിൽ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. നേരത്തെ കുറേ പേർക്ക് അത് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൻ്റെ എല്ലാ കാര്യങ്ങളും അവരിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. എന്താ കാര്യമെന്ന് പറഞ്ഞാൽ 622.8K പൗസ് പോയിൻറ്റ്സ് ആണ് എനിക്കുണ്ടായിരുന്നത്. അതേപോലെ തന്നെ WPUS 10 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 222 റെഫറിൽ നിന്ന് എനിക്ക് ആകെ ഉണ്ടായിരുന്നത് 53 ആക്റ്റീവ് റെഫറൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്, ഇതിലിങ്ങനെ ഒരുപാട് റെഫറൽ ആക്റ്റീവ് അല്ലാത്ത കുറേ ആൾക്കാരിനെ കേട്ടിട്ട് ഉപകാരമുണ്ടോ, തീർച്ചയായിട്ടും ഉപകാരമില്ല. ഒരുപാട് ആൾക്കാർക്ക് വളരെ അവൻ്റെ അക്കൗണ്ട് ബേസിൽ ഡിഫറെൻറ്റ് വേസിലായിരിക്കും നമുക്ക് ടോക്കൺസ് കിട്ടുക. തീർച്ചയായിട്ടും ഇങ്ങനെ ടോക്കൺസ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വളരെ ആൾക്കാർ കുറവാണ്. കൂടുതൽ പൈസ ഇട്ടവർക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ നല്ലൊരിത് കിട്ടും. അല്ലാതെ ഇൻഫ്ലുവൻസറായി നമ്മൾ നല്ല രീതിയിൽ തന്നെ റെഫറിൽ കയറ്റി അങ്ങനെയല്ല, ഒരുപാട് ആൾക്കാർ ഇൻഎലിജിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു ലെവലിലായിട്ടുള്ള ഒരു ടോക്കൺ സപ്ലൈ മാത്രമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ലക്ഷങ്ങളും അതേപോലെ അങ്ങനെയുള്ള കുറേ ടോക്കൺസ് കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ അവർ വളരെയധികം നല്ല ബാഡ്ജ് അവർ വെച്ചിട്ടുണ്ടാവും. ഈ ബാഡ്ജ് വെക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്, ഒരുപാട് ടോൺ കൊടുത്തിട്ടുണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ ഇവിടെ ബാഡ്ജ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടർ ബാഡ്ജാണ്. ഞാൻ ഒരു പൈസ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടില്ല. വൗച്ചർ എന്തെങ്കിലും മിൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മിൻറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ അവർ പറയുന്ന കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വൗച്ചർ മിൻറ്റ് ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ 8888 ടോക്കൺസ് ആണ് അവിടെ ഇന്ന് 3 ലാക്ക് പോയിൻറ്റ്സ് NFT ഉള്ള ആൾക്കാർക്ക് 8000 ടോക്കൺസ് കിട്ടുമെന്നുള്ളൊരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മൊത്തം ടോട്ടലായിട്ട് കിട്ടിയ ടോക്കൺസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 14,643 ടോക്കൺസ് മാത്രമാണ്. ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ എത്തിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഈ ഒരു ടോക്കണ് എത്രത്തോളം പ്രൈസ് വരും എന്നുള്ളൊരു കാര്യമാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഞാനിത് ഫേസ് ഒന്നും കാണിച്ച് ചെയ്യാത്തത് നമുക്ക് അതിൻ്റെ ഒരു സാഹചര്യം ഇല്ലാത്ത കാരണമാണ്. പക്ഷേ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവാൻ നിങ്ങൾ 100% ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ 100 മില്യൺ സപ്ലൈ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെ 100 മില്യൺ സപ്ലൈ ആയിരിക്കുമോ, നമുക്ക് ഒരിക്കലും ഒരു ഐഡിയ ഇല്ല. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് വളരെയധികം കുറഞ്ഞ ടോക്കൺസാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ 18ാമത്തെ റാങ്കിൽ നിൽക്കുന്നത്, ഞാൻ പൈസ മുടക്കിയിട്ടില്ല എന്നുള്ളൊരു നെഗറ്റീവ് മാത്രമാണ് ഞാൻ അതിലുള്ളൂ. എന്നാലും എനിക്ക് കിട്ടിയിട്ടുള്ള ടോക്കൺസ് 14,000 ആണ്. അപ്പോൾ എൻ്റെ രീതിയിൽ അറിയുന്ന ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവർക്കും 17, അതേപോലെ തന്നെ 20, 30 ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. നേരെ 17ഉം 14ഉം പിന്നെ ലാക്ക് മാത്രമാണ് നമുക്ക് കാണുന്നുള്ളൂ. അപ്പോൾ അതിനിടയിലുള്ള ഒരു അലോക്കേഷനൊക്കെ വളരെയധികമാണ്, കുറവാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, ഇതൊരു നല്ല അലോക്കേഷൻ ഇല്ലെങ്കിൽ നല്ലൊരു ടോക്കൺ സപ്ലൈ അല്ലേ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെയധികം കുറഞ്ഞൊരു സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്ര
എത്രത്തോളം ചെറിയൊരു ടോക്കൺ സപ്ലൈ തരാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ 100 മില്യൺ ടോക്കൺ വെച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് പൗസിന് കിട്ടാൻ പോകുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ $1. ഞാനിവിടെ ഈ $1 വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, വളരെയധികം ഹൈപ്പ് തരുന്നില്ല. ഞാൻ 4 പ്രൈസ് ഇവിടെ കണക്കാക്കിയിട്ടുണ്ട്. 4 പ്രൈസ് ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ഒരു 1 ബില്യൺ സപ്ലൈയിൽ 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് എടുത്തതാണെങ്കിലും 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് എടുക്കുന്നത് റീസെൻ്റ്ലി വന്നിട്ടുള്ള ഹൈപ്പ് കൂടിയ അല്ലെങ്കിൽ അത്രത്തോളം പൊട്ടൻഷ്യലുള്ള പ്രൊജക്റ്റുകളുടെ സാധാരണ അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു മാർക്കറ്റ് ക്യാപ്പാണ് 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പ്. അപ്പോൾ ഞാനിവിടെ 1 ബില്യൺ സപ്ലൈയിൽ 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് എടുത്താൽ തന്നെ $0.1 നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ അടുത്തത് നമ്മൾ എടുക്കുകയാണ്, ഒരു മാക്സിമം സപ്ലൈ വീണ്ടും എടുത്തു. 10 ബില്യൺ ആയിട്ട് നമുക്ക് സപ്ലൈ എടുക്കാം. 10 ബില്യൺ ആയിട്ട് മൊത്തം 8 മില്യൺ എലിജിബിൾ യൂസേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്ര മാത്രമായിരിക്കും കൂടുതൽ പോയിട്ടുണ്ടാവുക. എന്തായാലും 100 ബില്യൺ അല്ല എന്ന് അവർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സ് നടക്കുന്നുണ്ട് 100 ബില്യൺ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കണ്ട, നമുക്ക് ഒഫീഷ്യലായിട്ട് ന്യൂസ് കിട്ടട്ടെ. എന്നെപ്പോലെ ഇല്ലെങ്കിൽ അവരിനെ പോലെ ഓരോ ആൾക്കാരുടെ അഭിപ്രായമായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, 100 ബില്യൺ സപ്ലൈയിൽ 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് എടുത്താൽ തന്നെ നമുക്കൊരു തരക്കേടില്ലാത്ത വളരെ നല്ലൊരു പ്രൈസാണ് $0.01 എന്ന് പറയുന്നത്. ഇനി അടുത്തതായി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് 100 ബില്യൺ തന്നെ എടുക്കുകയാണ്. 100 ബില്യണും 100 മില്യണും മാർക്കറ്റ് ക്യാപ്പിൽ എടുത്താൽ തന്നെ നല്ല പ്രൈസ് തന്നെയാണ്. $0.001 നമ്മുടെ ഒരു പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺസ് ലിസ്റ്റ് ആവാൻ പോവുക. അപ്പം നിങ്ങൾക്ക് തോന്നും ഇത് എത്രത്തോളം പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുക, അതും കൂടി ഞാൻ കാണിച്ചു തരാം. എനിക്ക് മൊത്തം ഇപ്പോൾ ഒരു 15,000 ടോക്കൺസ് ആണ് ഉള്ളത്. അപ്രോക്സിമേറ്റ്ലി ആണ് ഞാൻ എടുക്കുന്നത്. അതേ ഇൻറ്റു നമുക്കൊരു 100 മില്യൺ സപ്ലൈ ആണെങ്കിൽ $1 വെച്ച് $15,000 കിട്ടും. തീർച്ചയായിട്ടും ഇത്രത്തോളം ഡോളർ നമുക്ക് കിട്ടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, അത് മറന്നേക്കുക നിങ്ങൾ. ഞാനിവിടെ എടുക്കുകയാണ് 0.1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈസ് എടുത്തു. അപ്പോൾ തന്നെ $1,500 ഇത് വളരെയധികം വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. ഇതൊരു ടെലിഗ്രാം പ്രൊജക്റ്റാണ്. അപ്പോൾ ഇത് പോസിബിൾ ആണോ? തീർച്ചയായിട്ടും പോസിബിൾ ആയിരിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാനിവിടെ 0.01 എന്ന് പറഞ്ഞിട്ടുള്ളൊരു എടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റ് ഇതൊരു 0.01 കിട്ടുന്നത് എത്രത്തോളം ഒരു മാർക്കറ്റ് ക്യാപ്പിലൊക്കെയാണെന്ന് നിങ്ങൾ നോക്കുക. ഞാൻ ഇവിടെ പറയുന്നുണ്ട് 10 ബില്യൺ സപ്ലൈയിൽ 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് എടുക്കുമ്പോൾ 0.01 കിട്ടും. അതേപോലെ തന്നെ ഈ മാർക്കറ്റ് ക്യാപ്പിലും അതേപോലെ തന്നെ ഇതിൻ്റെ സപ്ലൈയിലും മാറ്റങ്ങൾ വരാം. തീർച്ചയായിട്ടും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അപ്പോൾ 15,000 ഇൻറ്റു 0.01 എന്ന് എടുക്കുമ്പോൾ തന്നെ എനിക്ക് കിട്ടാൻ പോകുന്നത് $150 വിത്തിൻ ഒരു 4 മന്ത് പ്രൊജക്റ്റിൽ നമുക്കൊരു 9,000 രൂപയൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം വലിയൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക. അതുമല്ലാതെ 100 മില്യൺ സപ്ലൈ ആണ്. ഇപ്പോൾ എന്താണ് 100 ബില്യൺ സപ്ലൈ ആണെങ്കിൽ വീണ്ടും ഒരു 0 എടുത്ത് നോക്കുമ്പോൾ എനിക്ക് 15,000 ടോക്കൺസ് $15 മാത്രമാണ് കിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും ഇത്രത്തോളം താഴില്ല എന്ന് അവൻ്റെ ഒരു ഇപ്പോൾ സറൗണ്ടിങ് ആക്ടിവിറ്റീസും അതേപോലെ തന്നെ ടോൺ ബ്ലോക്ക് ചെയിനിൽ നിന്ന് മാറി സൊലാനയിലേക്ക് വരികയും അവൻ്റെ ഒരു സൊലാന ഫൗണ്ടേഷനും ഒരുപാട് ബാക്കപ്പ് നല്ല രീതിയിൽ തന്നെ ഉള്ള കമ്പനികൾ ഇതിൻ്റെ ബാക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് വെറും ഈ ഒരു 15,000-ന് $15 കിട്ടുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നില്ല. നമുക്ക് നോക്കാം. മേ ബി ഇപ്പോൾ ഒരു 7 or 8 ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് എന്താണ് $105 വരെ കിട്ടുമെന്നും നിങ്ങളിത് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ഉണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് ഒരു 5,000 ടോക്കൺസ് ആണ് ഉള്ളതെങ്കിൽ 0.01 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് എടുക്കുമ്പോൾ $50 തന്നെ നിങ്ങൾക്ക് കിട്ടും. 0.7 നമുക്ക് എത്രത്തോളം കുറച്ച് എടുക്കുമ്പോഴും നമുക്ക് ഈ ഒരു അലോക്കേഷനിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റും മറ്റു പ്രൊജക്റ്റുകളിനേക്കാളും കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എത്രത്തോളം വളരെ ടോക്കൺസ് കുറഞ്ഞ ആൾക്കാർക്ക് ഉള്ളോ അതിനൊക്കെ നല്ല വാല്യൂ ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എന്നൊരു രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ഈ ഒരു പ്രൊജക്റ്റ് പ്രോഫിറ്റ് കിട്ടട്ടെ. എല്ലാവർക്കും ഇത് എത്രത്തോളം ടോക്കൺസ് കിട്ടി, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് തൃപ്തിയാണോ എന്നുള്ളൊരു കാര്യമൊക്കെ നിങ്ങൾ കമൻറ്റിൽ വന്ന് പറയണം. അപ്പം മാത്രമാണ് മറ്റുള്ള ആൾക്കാർക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഞാൻ അടുത്ത് തന്നെ പറയാൻ പോകുന്നത്, എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനലിൽ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് കിട്ടുന്ന പരിപാടികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൂട്ട്സ് തന്നെയാണ് അങ്ങനെയുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഇവിടെ ഒന്ന് തൊട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നേരെ ലൂട്ട്സിൻ്റെ ഈ ഒരു ഏഞ്ചൽ ഒരു ലിങ്കിലേക്കാണ് പോവുക. ലിങ്ക് എന്ന് മാത്രമല്ല, ഇവിടെ UPI നിങ്ങളുടെ ഏത് അക്കൗണ്ടിലേക്കാണ് പൈസ വരേണ്ടത് എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് പോവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ UPI കൊടുക്കുക. UPI കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് എവിടേക്കാണ്, പ്ലേ സ്റ്റോറിക്ക് മാത്രമാണ് പോവുള്ളൂ. വേറെ എവിടേക്കോ അത് പോവില്ല. പ്ലേ സ്റ്റോറിൽ പോയിട്ട് Angel Money ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരെ അതിലൊരു KYC കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് UPI എവിടെ നിന്നാണ് കിട്ടുക, നമ്മുടെ Google Pay നിന്ന് കിട്ടും. അപ്പോൾ UPI എടുക്കുക. നേരെ ഇവിടെ എന്ത് ചെയ്യുക, ഞാൻ ഇവിടെ വൈഫൈ
വൈഫൈ കണക്ട് ചെയ്ത് കാരണം മേ ബി ഇത് ഓപ്പൺ ആവില്ല. ഞാൻ എന്നിട്ട് നേരെ നമുക്ക് ഇവിടെ നിന്ന് പ്ലേ സ്റ്റോറിലേക്ക് ഇത് ഓപ്പൺ ആവും. പ്ലേ സ്റ്റോറിലേക്ക് ഓപ്പൺ ആയ ഈ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കുക. ഇൻസ്റ്റാൾ ചെയ്ത് KYC കംപ്ലീറ്റ് ചെയ്യുക. ഇതുപോലെ ഒരുപാട് ആപ്പ് ഉണ്ട്. ഇങ്ങനെ KYC കംപ്ലീറ്റ് ചെയ്ത് ആധാറും പാനും എല്ലാം കൊടുത്ത് KYC കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിലൊരു അക്കൗണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 170 രൂപയാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരുപാട് പ്രൂഫും എല്ലാ വീഡിയോയിലും ഞാൻ അത് മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ മുഖം കാണിച്ച് കാര്യങ്ങളും റിയാക്ഷനും ഒരുപാട് കാര്യങ്ങൾ പറയാത്തത് എന്താണ് പറഞ്ഞാൽ പേഴ്സണൽ ഇഷ്യൂ ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടീസ് ഉള്ളതുകൊണ്ടാണ്. എന്തായാലും തീർച്ചയായിട്ടും പൗസിൻ്റെ ഇനിയും കൂടുതലായിട്ടുള്ള നമ്മുടെ ഒരു റിയാക്ഷനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു വീഡിയോ ചെയ്യുന്നതാണ്. പക്ഷേ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്കൊരു ആൾമോസ്റ്റ് ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾക്ക് വേണ്ടി വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.